അപ്പോൾ നമുക്കിന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു പ്ലെയിൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്തു. മോൾക്കാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തത്. ഇതിൽ ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ മോള് പറഞ്ഞു അങ്ങനെ കൂടുതൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്താൽ അത്ര ഒരു ഇടുപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോൺ കുറച്ച് വാങ്ങി. ഗോൾഡൻ കളർ സ്റ്റോണും പിന്നെ ഫാബ്രിക് ഗ്ലൂ ആണ് വാങ്ങിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പതുക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓരോ ആ നെക്കിൻ്റെ ഓരോ ഒരു ഇങ്ങനെ നേരെ ഒരു വര പോലെ ഇങ്ങനെ ഡിസൈൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ ആദ്യം തന്നെ ഗ്ലൂ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ പതുക്കെ നമ്മുടെ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ കൈകൊണ്ടാണ് ചെയ്തത്. അത് ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടി ചെയ്യണം, കുറച്ച് ടൈം എടുത്ത് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ. കുറച്ചധികം സമയം ഇതിൽ ഇരുന്ന് ചെയ്യേണ്ടി വരും. പക്ഷെ അത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കാണും ചെയ്യും. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ടാണ് ഓരോ സ്റ്റോൺ എടുത്ത് വെച്ചത്. ഇതിന് പകരം ചെറിയൊരു ടൂള് കിട്ടും, ഇങ്ങനെ പക്കിട് പോലെ ചെറുത്. അപ്പോൾ ആ സ്റ്റോൺ എടുത്തിട്ട് നമുക്കത് ശരിക്കും ഇങ്ങനെ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ വെക്കുമ്പോൾ കയ്യിൽ ഗമ്മൊക്കെ ആയി. അപ്പോൾ ഞാൻ കഴുകി പിന്നെയും വെള്ളം തുടച്ച് ഞാൻ പിന്നെയും പതുക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. കുറച്ചധികം സമയം ഞാൻ പറഞ്ഞില്ലേ വേണ്ടി വന്നു ചെയ്യാനായിട്ട്. പക്ഷേ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുള്ള് നെക്ക് കഴിഞ്ഞിട്ട് ഞാനിനി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഗമ്മ് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് അത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് 2 വിരൽ വെച്ചിട്ട് അതിങ്ങനെ ശരിക്കും സ്ട്രെയിറ്റ് ആക്കാം കേട്ടോ. കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് കണ്ടോ, അതിലൊക്കെ ഞാനിങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ മോള് പറഞ്ഞു ഇത് മാത്രമല്ല ഇതിൻ്റെ താഴെയും നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ടേപ്പൊക്കെ വെച്ച് അളന്ന് ഒക്കെ ഞാൻ പിന്നെ സ്റ്റോൺ വയ്ക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ താഴേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ടൈപ്പ് കൊണ്ട ആ മുകളിൽ ആദ്യം ഒട്ടിച്ചത് എളുകിപ്പോവും. അപ്പോൾ ആദ്യം നെക്കിലത്തെ അത് ഒട്ടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴെ നമുക്കിങ്ങനെ പോയിൻ്റ് ഇട്ട് അത് പലവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതങ്ങോട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതും നന്നായിട്ട് ക്ഷമയോട് കൂടി ചെയ്യണം. കാരണം നെക്സ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ നേർക്കും ഇത് എന്താ പറയുക വരയ്ക്കുമ്പോഴോ അളവെടുക്കുമ്പോഴൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോൺ ഇളകി പോവും. അപ്പോൾ അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് പോയി ഓരോ സൈഡും ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ഈ കളറായ കാരണമാണ് ഒരു പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറായ, പിങ്കല്ല മെറൂൺ എന്നല്ല പറയാം, മെറൂൺ കളറായ കാരണമാണ് ഇതിൽ ഗോൾഡൻ ഞാൻ യൂസ് ചെയ്തത് കേട്ടോ സ്റ്റോൺ. അതിന് പകരം ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ വേറെ ഏതെങ്കിലും കളറ്, സിൽവറാ വേറെ ഏതെങ്കിലും കളറ് സ്റ്റോൺ നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓരോ ചുരിദാറിനും ഓരോ കളറിനനുസരിച്ച് നമുക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഷോപ്പിൽ നിന്ന് ഈ ടൈലറിങ് മെറ്റീരിയൽസിൻ്റെയും ഹാൻഡ് എംബ്രോയിഡറിയുടെയൊക്കെ ഐറ്റംസ് വിൽക്കണ ഷോപ്പിൽ നിന്ന് പോയിട്ട് നമുക്ക് ഇഷ്ടപ്രകാരം മാച്ചിങ്ങിന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് വാങ്ങിയിട്ട് വേറൊരു ഡിസൈനൊക്കെ ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കണ്ടോ ചെയ്തു. പക്ഷെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ മോള് പറഞ്ഞത് ഇത്ര പോരാ, ഇനിയും താഴേക്ക് കുറേ വേണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം അവളുടെ പണിയായിരുന്നു കേട്ടോ. അത് കണ്ടോ എങ്ങനെയുണ്ട്, നല്ല സൂപ്പർ ഒരു ഡിസൈനായിട്ടില്ലേ. വെറും ഫാബ്രിക് ഗ്ലൂവും പിന്നെ ഗോൾഡൻ കളറും നമ്മുടെ സ്റ്റോണും വെച്ച് ചെയ്തതാണ്.